സംസ്ഥാന പദവിക്കായി പ്രക്ഷോഭം നടക്കുന്ന ലഡാക്ക് മേഖലയിൽ കർഫ്യൂ ഇപ്പോഴും തുടരുകയാണ്. 50-ലധികം പേരെ സൈന്യം കരുതൽ തടങ്കലിൽ വച്ചിട്ടുണ്ട്. സംഘർഷങ്ങളിൽ 5 പേർ കൊല്ലപ്പെടുകയും 80-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ത്യയിലും ജൻസി പ്രക്ഷോഭം എന്ന വിലയിരുത്തലോടെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ലഡാക്ക് പ്രക്ഷോഭം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നാണ് BJPയുടെ ആരോപണം. അക്രമം വെടിയണമെന്ന് ലഡാക്ക് പ്രക്ഷോഭകൻ സോനം വാങ്ചുക്കും ആവശ്യപ്പെട്ടു. സംസ്ഥാന പദവിക്കൊപ്പം ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽപ്പെടുത്തി ട്രൈബൽ സ്വയംഭരണ കൗൺസിലും വേണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. ജനസംഖ്യയിൽ 90% ട്രൈബൽ പട്ടികയിലുള്ള ലേ, മേഘാലയ, മിസോറം, ആസം എന്നീ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗോത്രവിഭാഗങ്ങൾക്ക് ബാധകമായ ഈ നിയമം ലഡാക്ക് മേഖലയിലും വേണമെന്ന ആവശ്യം നേരത്തെയുള്ളതാണ്. ആക്ടിവിസ്റ്റായ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരവും ലേ അപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് നടത്തിയ സമരങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നു. ഈ സമരം ഇന്നലെ അക്രമാസക്തമായി. BJP ഓഫീസ് കത്തിച്ച സമരക്കാർ വാഹനങ്ങൾക്ക് തീവെച്ചു. സുരക്ഷാ സേനയ്ക്ക് നേരെ കല്ലേറുണ്ടായി. ഇന്നലെ വൈകിട്ടോടെ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ഇപ്പോഴും തുടരുകയാണ്. 14 ദിവസമായി നിരാഹാരം തുടരുന്ന പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സമരം ശക്തമായതെങ്കിലും അക്രമം നടത്തരുതെന്നാവശ്യപ്പെട്ട് വാങ്ചുക് സമരം നിർത്തി. ലേയിലെ സംഘർഷങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്ന് പ്രതിപക്ഷം വിമർശിക്കുന്നു. ലഡാക്ക് സംഘർഷം കേന്ദ്രം സംയമനത്തോടെ നേരിടണമെന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ പറഞ്ഞു. ലഡാക്ക് ജനതയുടെ ഭാഗം സർക്കാർ കേൾക്കണമെന്ന് കശ്മീർ മുൻ മുഖ്യമന്ത്രിയും നാഷണൽ കോൺഫറൻസ് അധ്യക്ഷനുമായ ഫാറൂഖ് അബ്ദുള്ള ആവശ്യപ്പെട്ടു. മേഖലയിലെ ജനങ്ങളെ BJP സർക്കാർ അവഗണിച്ചതിന്റെ രോഷപ്രകടനമാണ് ലഡാക്കിൽ നടന്നതെന്ന് CPIM കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരാണ് ലഡാക്കിലെ അനിഷ്ട സംഭവങ്ങളുടെ ഉത്തരവാദിയെന്ന് ഇടതു പാർട്ടികൾ വിമർശിച്ചു. ലഡാക്ക് അപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസും ചേർന്നാണ് സമരം. അതിനിടെ സമരത്തെ പിന്തുണച്ച യുവാക്കളോട് അക്രമം പിൻവലിക്കാനും സോനം വാങ്ചുക് അഭ്യർത്ഥിച്ചു. എന്നാൽ സമരത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നാണ് BJPയുടെ ആരോപണം. കോൺഗ്രസ് കൗൺസിലർ സ്റ്റാങ് സിംഗ് സെപ്പാങ് സമരക്കാർക്കിടയിൽ നിൽക്കുന്നതും അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നുവെന്ന് ആരോപിക്കുന്ന വീഡിയോയും BJP IT സെൽ മേധാവി അമിത് മാളവ്യ എക്സിൽ പോസ്റ്റ് ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ അടുത്തയാളാണ് സെപ്പാങ് എന്നും അമിത് മാളവ്യ പറഞ്ഞു. സമരക്കാർക്ക് വിദേശ ഫണ്ട് ലഭിച്ചെന്നും BJP ആരോപിക്കുന്നു. വാങ്ചുക്കിന്റെ സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനം CBI അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ലഡാക്കിലെ സാക്ഷരതാ നിരക്ക് 97%. ഇന്ത്യയുടെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ. അതിൽ തൊഴിലില്ലായ്മയിൽ യുവാക്കൾ രോഷത്തിലാണെന്നും ഇന്ത്യയിലെ ഇത് ജൻസി പ്രക്ഷോഭമാണെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ വിലയിരുത്തൽ. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.